ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഡാറ്റ അനലിസ്റ്റ് എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അവരുടെ വർക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടുന്ന എക്സൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ ടാസ്കുകളാണ് അവർക്ക് മെയിനായിട്ട് ചെയ്യാനുണ്ടാവുക, ഇതൊക്കെയാണ് എനിക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള ക്വറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്തൊക്കെ മെയിൻ ഫങ്ഷൻസ് ആണ് ഒരു ഡാറ്റ അനലിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്, അതായത് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡാറ്റ അനലിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്നതാണ്. ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, എന്നോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാം. അതായത് ഞാനൊരു ടാസ്ക് പറയുമ്പോൾ അത് കാണുന്നതിന് മുൻപേ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെക്കുക. ദെൻ നിങ്ങൾക്ക് അറിയുന്ന മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു സെയിൽസ് ഡാറ്റയുടെ വർക്ക്ഷീറ്റാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഓർഡർ ഐ ഡി, കസ്റ്റമർ ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, അതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെ പ്രൈസും പിന്നെ ഉള്ളത് ടോട്ടൽ പ്രൈസുമാണ്. അങ്ങനെയുള്ള ഒരു വർക്ക്ഷീറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റായിട്ട്, അതായത് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഡാറ്റ അനലിസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡാറ്റ ക്ലീനിങ് ആണ്, അല്ലേ? അതായത് നമുക്ക് കിട്ടുന്ന വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഡാറ്റ ഒന്നുകിൽ അവിടെ എവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ബ്ലാങ്ക് സെൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസസ് ഉണ്ടാവും, അതല്ലെങ്കിൽ ഓർഡറിലായിരിക്കില്ല ഉണ്ടാവുക. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു വർക്ക്ഷീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം കസ്റ്റമറിൻ്റെ കോളം എന്ന് പറയുന്നത് ക്ലീൻ അല്ല, അല്ലേ? ഒരു നീറ്റ് ലുക്കല്ല നമുക്ക് തരുന്നത്. കാരണം ഒരുപാട് സ്പേസ് ഉണ്ട്, അല്ലേ? ജോൺ എന്ന് പറയുന്നതിൻ്റെ മുന്നേ തന്നെ സ്പേസ് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ അത് ക്യാപിറ്റൽ ലെറ്ററിലല്ല. അതായത് നമുക്ക് വേണ്ടത് ഫസ്റ്റ് നെയിമും അതേപോലെ സെക്കൻഡ് നെയിമും ക്യാപിറ്റൽ ലെറ്ററിൽ വരണം. അങ്ങനെയൊന്നും അല്ല നമ്മുടെ പേരുകളുള്ളത്, അല്ലേ? പല പേരുകൾ പല വിധത്തിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എങ്ങനെ ഇത് നമുക്ക് ഒന്ന് നീറ്റാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രിം ഫംഗ്ഷനാണ്. അതായത് എക്സ്ട്രാ സ്പേസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഞാനിതാ ഈ ഒരു കോളത്തിൽ വന്നിട്ടാണ് ട്രിം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു ട്രിം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ടാബ് കീ യൂസ് ചെയ്ത് നമ്മുടെ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. എക്സ്ട്രാ സ്പേസ് റിമൂവ് ചെയ്യേണ്ട സെല്ല് ഏതാണോ ആ ഒരു സെല്ലൊന്ന് സെലക്ട് ചെയ്യുന്നു. അതായത് ജോൺ മാത്യുവിൻ്റെ B2 എന്ന് പറയുന്ന സെല്ലൊന്ന് സെലക്ട് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇതാ നമുക്ക് എക്സ്ട്രാ സ്പേസ് ഒക്കെ തന്നെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി താഴെയുള്ള സെൽസിലെ എക്സ്ട്രാ സ്പേസ് കൂടി റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫോമുല ഒന്ന് താഴേക്കുള്ള സെൽസിലേക്കും കൂടി കോപ്പി ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമുക്ക് എല്ലാ എക്സ്ട്രാ സ്പേസും ഇവിടെ റിമൂവ് ആയിട്ടുണ്ട്. അതായത് ഇപ്പം മൈക്ക് സാം ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു 3 എക്സ്ട്രാ സ്പേസ് എങ്കിലും ഉണ്ട്. അതൊക്കെ റിമൂവ് ആയിട്ട് കറക്റ്റ് സ്പേസിങ്ങോട് കൂടി നമുക്ക് നമ്മുടെ ഡാറ്റ ഇവിടെ തന്നിരിക്കുകയാണ്, അല്ലേ? ഇനിയിപ്പോൾ ഇത് മാത്രം പോരാ, നമുക്ക് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും എന്തിലേക്ക് വരണം? ക്യാപിറ്റൽ ലെറ്ററിലേക്ക് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫോമുലയുടെ കൂടെ തന്നെ പ്രോപ്പറും കൂടി ഒന്ന് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് രണ്ട് ഫോമുല ഒന്നിച്ച് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രിം ഫംഗ്ഷൻ കഴിഞ്ഞ പാടെ ഒരു പാരന്തസിസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം പ്രോപ്പർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഈ ഓപ്പൺ ചെയ്ത പാരന്തസിസ് ലാസ്റ്റ് കൊണ്ടുപോയി ക്ലോസ് ചെയ്യുന്നു. എൻ്റർ അടിക്കുന്നു. കണ്ട, ജോൺ മാത്യു കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്റർ ഫസ്റ്റ് നെയിമിനും ലാസ്റ്റ് നെയിമിനും വന്നിട്ടുണ്ട്. ഇനി താഴെയുള്ള സെൽസിലേക്കും കൂടി ഫോമുല കോപ്പി ചെയ്ത് കൊടുക്കുന്നു. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ഡാറ്റ വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി അപ്പുറത്ത് പേസ്റ്റ് ചെയ്ത് വെക്കാം. വെറുതെ അങ്ങ് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ള ഒരു സെല്ല് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമുല ബാറിൽ ഫോമുല കാണാം, അല്ലേ? അപ്പോൾ ഫോമുല കാണാൻ പാടില്ല. നമുക്ക് ജസ്റ്റ് കസ്റ്റമറിൻ്റെ പേര് മാത്രമല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? Ctrl+C അടിച്ച് കോപ്പി ചെയ്ത് കസ്റ്റമറിൻ്റെ കോളത്തിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്പേസ് സ്പെഷ്യൽ എടുത്ത് അതിൽ പേസ്റ്റ് വാല്യൂസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. കണ്ടില്ലേ? ഇനിയിപ്പോൾ സെല്ല് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോമുല വിസിബിൾ ആവില്ല. കണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാ സ്പേസ് റിമൂവ് ചെയ്ത് പ്രോപ്പർ കേസിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോളം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരാം. അതായത് ഇൻ കേസ് നിങ്ങളുടെ ഡാറ്റയ്ക്ക് ഇതേപോലെ ബ്ലാങ്ക് ആയിട്ടുള്ള റോസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇടയിലിടയിൽ ബ്ലാങ്ക് റോസ് ഇതേപോലെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് സമയം കളയാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അതായത് Ctrl കീയും Gയും കൂടി കീബോർഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതിൽ ബ്ലാങ്ക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബ്ലാങ്ക് സെൽസ് ഒക്കെ തന്നെയും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്, അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യാം? റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് സെൽസ് അപ്പിൽ തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ ഇപ്പോൾ കിടക്കുന്നത്. സോ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ട്, എക്സ്ട്രാ
ബ്ലാങ്ക് സെൽസ് ഒക്കെ തന്നെയും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ഡാറ്റ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് റോസ് അല്ലെങ്കിൽ കോളംസ് എന്നുള്ളതാണ്. അതായത് ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഈ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള റോസ് ഉണ്ട് അല്ലേ. ഇതൊരു ചെറിയ ഡാറ്റ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ റോസ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു ഹ്യൂജ് ഡാറ്റയൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ റിപ്പീറ്റഡ് ഡാറ്റ കണ്ടുപിടിക്കുക, അത് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ. അതെങ്ങനെ ക്വിക്കായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഡാറ്റ ടാബിലേക്ക് പോവുക. അവിടെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ കോളംസും ഇവിടെ സെലക്ട് ആയിട്ടാണുള്ളത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ദെൻ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. 2 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്, 6 യുണീക്ക് വാല്യൂസ് റിമെയിൻ എന്ന് വന്നിട്ടുണ്ട് അല്ലേ. 2 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെ റിമൂവും ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളോട് പറയുന്നത് അല്ലേ. കണ്ടോ, ഇപ്പം നമ്മുടെ ഡാറ്റയിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഒന്നും തന്നെയും ഇല്ല. അപ്പോൾ ഈസി അല്ലേ. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും റീപ്ലേസ് ചെയ്യേണ്ട സമയത്ത്, അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു ഡാറ്റയിൽ മൗസ് എന്നുള്ളിടത്തൊക്കെ തന്നെ മോണിറ്റർ ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. അതായത് എന്നോട് മാറിപ്പോയതാണ്, മൗസിന് പകരം മോണിറ്റർ ഇവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിനുള്ള വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കീബോർഡിൽ കൺട്രോൾ കീയും എച്ചും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഇപ്പം നമ്മൾ എത്തുന്നത് ഫൈൻഡ് ആൻഡ് റീപ്ലേസിലായിരിക്കും. ഇതിൽ ഫൈൻഡ് വാട്ട് എന്നുള്ളിടത്ത് മൗസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ റീപ്ലേസ് വിത്ത്, അതായത് നമുക്ക് മോണിറ്റർ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. സോ മോണിറ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു, റീപ്ലേസ് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓൾ ഡൺ, വി മേഡ് 3 റീപ്ലേസ്മെൻറ്റ്സ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ഡാറ്റയിൽ മൗസ് എന്ന സംഭവമേ ഇല്ല, പകരം മോണിറ്റർ ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡാറ്റ അനലിസ്റ്റ് ഡാറ്റ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു ഫീച്ചർ കൂടി ഉണ്ട്, അതായത് ടെക്സ്റ്റ് ടു കോളംസ്. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു മെസ്സി ആയിട്ടുള്ള ഡാറ്റയാണ് കിട്ടുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അതിനെ കോളംസിലേക്ക് അറേഞ്ച് ചെയ്യാനുള്ള എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫീച്ചറാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, അതായത് ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മുടെ വർക്ക്ഷീറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ടോട്ടൽ സെയിൽ എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും അല്ലേ. ഈ ഒരു സെല്ലിലാണ് ടോട്ടൽ സെയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ജസ്റ്റ് സം ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഈക്വൽ ടു ടൈപ്പ് ചെയ്യുന്നു, ദെൻ സം ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു, നമ്മുടെ ഡാറ്റ സെലക്ട് ചെയ്യുന്നു, എൻ്റർ കീ അടിക്കുന്നു. അപ്പോൾ നമ്മുടെ സം ഇവിടെ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ആവറേജ് ഓർഡർ വാല്യൂ എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടല്ലോ സമ്മ്, അതിൻ്റെ ആവറേജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീണ്ടും വർക്ക്ഷീറ്റിലേക്ക് വരുന്നു. ദെൻ ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഈക്വൽ ടു ആവറേജ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓർക്കുക, നമ്മൾ ടാപ്പ് കീ യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ നമ്മുടെ ഡാറ്റയൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടല്ലോ, ആവറേജ് നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ വലിയൊരു ഡാറ്റയാണ് അല്ലേ. അതായത് ഡെസിമലിന് ശേഷം 72727 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഒരുപാട് ഡിജിറ്റ്സ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെ റൗണ്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് റൗണ്ട് ചെയ്യുക എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അതും നമുക്ക് ഡാറ്റ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആണ്. ഈ ഒരു സെല്ല് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഈക്വൽ ടു റൗണ്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമുക്ക് റൗണ്ട് ചെയ്യേണ്ട സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, കോമ ഇടുന്നു. എത്ര ഡിജിറ്റ്സ് ആണോ റൗണ്ട് ചെയ്യേണ്ടത് ആ ഡിജിറ്റ്സിൻ്റെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് എനിക്കിപ്പോൾ 2 ഡിജിറ്റ്, അതായത് പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് എനിക്ക് വേണ്ടു. നിങ്ങൾക്ക് 3 ഡിജിറ്റാണ് വേണ്ടതെങ്കിൽ 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു, നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, 2 ഡിജിറ്റിലേക്ക് തന്നെ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ റൗണ്ട് അപ്പ് ഉണ്ട്, റൗണ്ട് ഡൗൺ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി നമ്മുടെ തേർഡ് ടാസ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ് അല്ലേ. എത്ര ഓർഡേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഈക്വൽ ടു കൗണ്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഓർഡർ IDs ആണ്. ഓർഡർ ID ഉള്ള കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇതാ നമ്മുടെ ഓർഡേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞു. ടോട്ടൽ 11 ഓർഡേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് കൗണ്ട് ഹൗ മെനി ഓർഡേഴ്സ് ആർ ബൾക്ക് ഓർഡേഴ്സ്. എത്ര ബൾക്ക് ഓർഡേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് എപ്പോഴാണ് അത് ബൾക്ക് ആവുന്നത്, അതാണ് കണ്ടീഷൻ നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുമ്പോൾ അല്ലേ. അതായത് 2ഓ അതിലധികമോ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതൊരു ബൾക്ക് ഓർഡർ ആണ്. അങ്ങനെ എത്ര ബൾക്ക് ഓർഡേഴ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഈക്വൽ ടു കൗണ്ട് ഇഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു.
അതിനുശേഷം നമ്മുടെ ക്വാണ്ടിറ്റി ഉള്ള കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്കുള്ള കണ്ടീഷൻ എന്താണ്? ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നല്ലേ. സോ ക്വാണ്ടിറ്റി ഉള്ള കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കോമ ഇട്ട് അതിനുശേഷം കോഡ്സിനകത്ത് നമ്മുടെ കണ്ടീഷൻ കൊടുക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ അത് മാത്രം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. 7 ബൾക്ക് ഓർഡേഴ്സ് ആണ് നമുക്കുള്ളത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മനസ്സിലാവും. 1 2 3 4 5 6 7 കണ്ടല്ലോ. അപ്പോൾ 7 ബൾക്ക് ഓർഡേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കൗണ്ട് ഇഫിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ടോട്ടൽ റവന്യൂ ഫ്രം ലാപ്ടോപ്പ് സെയിൽസ്. അതായത് ലാപ്ടോപ്പ് സെയിൽസ് നിന്ന് മാത്രം നമുക്ക് എത്ര റവന്യൂ ആണ് കിട്ടിയിട്ടുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സമ്മീഫ് ഫംഗ്ഷനാണ്. കൺഫ്യൂസ്ഡ് ആയ സമ്മീഫ് ഉണ്ട്, കൗണ്ട് ഇഫ് ഉണ്ട് അല്ലേ, അങ്ങനെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർക്ക് കാണാവുന്നതാണ്. ഈക്വൽ ടു സമ്മീഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് റേഞ്ച് ആണ്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് ഉള്ള, അതായത് ലാപ്ടോപ്പ് സെയിലാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ആ ലാപ്ടോപ്പ് ഏത് കോളത്തിലാണോ വരുന്നത് ആ കോളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കോമ ഇടുന്നു. സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രൈറ്റീരിയ ആണ്. എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ? ലാപ്ടോപ്പ് മാത്രമാണ് അല്ലേ. അപ്പോൾ അതൊന്ന് കോഡ്സിൽ ലാപ്ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ സെല്ലിലാണ് നിങ്ങൾ ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ആ സെൽ അഡ്രസ്സ് മതി. ദെൻ കോമ ഇടുന്നു. അടുത്ത ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് സം റേഞ്ച് ആണ്. അതായത് നമ്മുടെ ഈ ടോട്ടലിൻ്റെ കോളം അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, നമുക്ക് ലാപ്ടോപ്പിൻ്റെ മാത്രം റവന്യൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഹയസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ബൈ റവന്യൂ അല്ലേ. അതായത് ഇതിലേത് പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് റവന്യൂവിൻ്റെ ബേസിലായിരിക്കണം നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് പിവറ്റ് ടേബിൾ ആണ്. എക്സൽ അറിയാത്ത ആൾക്ക് പോലും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ നമ്മുടെ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഇൻസേർട്ട് ടാബിലേക്ക് പോവുകയാണ്. ഇൻസേർട്ട് ടാബിൽ നമുക്ക് ആദ്യം തന്നെ കാണാം പിവറ്റ് ടേബിൾ എന്നുള്ള ഓപ്ഷൻ അല്ലേ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. അതായത് സെലക്ട് എ ടേബിൾ ഓർ റേഞ്ച്. ഒന്നുകിൽ ടേബിൾ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ റേഞ്ച് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഫുൾ ഡാറ്റയാണ്. നമുക്ക് ഫുൾ ഡാറ്റ വേണ്ട അല്ലേ. നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ തന്നെയും ഇതിൽ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാനുവലി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന അപ്പ് ആരോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മുടെ ഡാറ്റ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ആരോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. തിരിച്ച് നമ്മൾ ആ വിൻഡോയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ന്യൂ വർക്ക്ഷീറ്റിലേക്കാണ് നമ്മൾ നമ്മുടെ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ വെച്ച് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. പിവറ്റ് ടേബിൾ ഫീൽഡുകളൊക്കെ തന്നെ വന്നിട്ട് പുതിയൊരു വർക്ക്ഷീറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. നമ്മൾ പ്രോഡക്റ്റിനെ ഡ്രാഗ് ചെയ്ത് റോസിലേക്ക് കൊണ്ടുവന്നിടുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പ്രോഡക്റ്റ് കംപ്ലീറ്റും ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ പ്രോഡക്റ്റ് ആണുള്ളത്? കീബോർഡ്, ലാപ്ടോപ്പ്, മോണിറ്റർ, മൗസ്, അങ്ങനെയുള്ള എല്ലാ പ്രോഡക്ട്സും അവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വാല്യൂസിലേക്ക് നമ്മൾ ടോട്ടലിനെ ഡ്രാഗ് ചെയ്ത് ഇടുകയാണ്. അതായത് സം ഓഫ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ സം ഓഫ് ടോട്ടൽ മുഴുവനും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് ഏത് പ്രോഡക്റ്റാണ് കൂടുതൽ സെല് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. കുറേ വലിയ ഡാറ്റയാണ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം ഇതിൽ. അതായത് സോർട്ട് എന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സോർട്ട് എന്നുള്ളത് എടുക്കുക. സോർട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഹയസ്റ്റ് സെല്ല് ചെയ്തത് ഏതാണോ ആ ഒരു പ്രോഡക്റ്റ് മേലെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഇതുപോലെ പിവറ്റ് ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാം. പിവറ്റ് ടേബിളിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി പോകാൻ വരട്ടെ, ഞാൻ ഒരു ടാസ്ക് കൂടി ഇട്ടിട്ടുണ്ട്. അതായത് ഫൈൻഡ് ടോട്ടൽ ഫോർ ഓർഡർ ID 107. അതായത് നിങ്ങൾക്കൊരു ഫംഗ്ഷനും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. 107 എന്നുള്ള ഓർഡർ ID വന്നിട്ടുള്ള ടോട്ടലാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ വലിയൊരു ഡാറ്റയാണുള്ളതെങ്കിൽ അങ്ങനെ ഒരു ID പറയുമ്പം അതിനെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ ഡാറ്റ എടുക്കുന്നതിന് പകരം വളരെ ക്വിക്കായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് VLOOKUP എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഈക്വൽ ടു VLOOKUP എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ലുക്കപ്പ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ അത് ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ കോമ ഇട്ട് കൊടുക്കുന്നു. ദെൻ സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ടേബിൾ അറേ ആണ്. അപ്പോൾ നമുക്ക് ഓർഡർ ID തൊട്ടിട്ട് ടോട്ടൽ വരെയും വേണം. അതുകൊണ്ട് ഹോൾ ഡാറ്റ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മുടെ തേർഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് കോളം ഇൻഡെക്സ് നമ്പർ ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കോളം ഇൻഡെക്സ് നമ്പർ കിട്ടുക? നമുക്ക് എന്താണോ റിട്ടേൺ ചെയ്യേണ്ടത് അതിൻ്റെ കോളം ഇൻഡെക്സ് നമ്പറാണ് നമുക്ക് വേണ്ടത്.
അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ കോളം തൊട്ടിട്ട് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6. 6th കോളത്തിലാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട സംഭവം ഇരിക്കുന്നത്. അപ്പോൾ 6 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, ദെൻ കോമ ഇടുന്നു. ഇനി നമ്മൾ അപ്രോക്സിമേറ്റ് മാച്ച് ആണോ വേണ്ടത്, എക്സാക്ട് മാച്ച് ആണോ വേണ്ടത്? എക്സാക്ട് മാച്ച് ആണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുക. പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, 107ൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 1,20,000 ആണ്. എത്ര പെട്ടെന്നാണല്ലേ നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് എക്സലിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ യൂസ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഒരു ഡാറ്റ അനലിസ്റ്റിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു നോളജാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.